അമ്മ എന്ന് പറഞ്ഞേ എന്താണ് പേരമ്മ? പേരെന്താണ്? സംശരണം. നാരായണി. നാരായണി അല്ലേ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കാസർഗോഡ്. കാസർഗോഡ് നടക്കുന്നതാണോ? കാസർഗോഡ് നിന്ന് നടന്നു വരുന്നതാണ്. ഇതിനിടയില് ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് ശബരിമലക്ക് കാസർഗോഡ് നിന്ന് നടന്നു വരുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഇവർക്കൊരു കൂട്ടാളി എന്നുള്ള നിലയ്ക്ക് കണ്ണൂരിൽ നിന്ന് അപ്പു എന്ന് പറഞ്ഞ ഒരു നായക്കുട്ടി കൂടി കൂട്ടിന് വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം. ഹലോ 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 ഇതാണ് അദ്ദേഹം. അപ്പോ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു യാത്ര ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കുള്ളൂ. കണ്ണൂരിൽ നിന്ന് ശബരിമലക്ക് ഒരു നായക്കുട്ടി അയ്യപ്പ ഭക്തന്മാർക്കൊപ്പം നടന്ന് ഇതുപോലെ പോരുന്നുണ്ടെങ്കിൽ, അതും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട്, ബാക്കി ഒരു ഫുഡും കഴിക്കുന്നില്ല, പാലും വെജിറ്റേറിയൻ ഫുഡ് മാത്രം, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ നായക്കുട്ടി പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ശബരിമലക്ക് കാസർഗോഡ് നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാരാണ്. ഈ അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ ഒരു 67 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളെ സംബന്ധിച്ച് കാസർഗോഡ് എന്ന് വെക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അറ്റമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്വദേശം. എന്ന് വെച്ചാൽ തൃശ്ശൂർ കേരളത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് പോലും നടന്നു പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാറില്ല. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ 1-2 ചേട്ടന്മാരിങ്ങനെ ശബരിമലക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ദൂരം നടന്നു പോകാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾക്ക് പോലും. അതിനിടയിലാണ് ഇത്രയും പ്രായമായിട്ടുള്ള നാരായണി എന്ന് പറയുന്ന ഒരു അമ്മ ശബരിമലക്ക് കാസർഗോഡ് സ്ഥലം എന്ന് പറഞ്ഞ് കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ നിന്ന് ഇത്രയും ദൂരം ശബരിമലക്ക് നടന്ന് കാൽനടയായിട്ട് പോകുന്നത്. ഇത്രയും തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളെല്ലാം ഈ പ്രതിസന്ധി ശബരിമലയിൽ പോകുമ്പോൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം അയ്യപ്പസ്വാമി മാറ്റി കൊടുക്കുമെന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ അമ്മയും അമ്മയുടെ മക്കളെന്ന് പറഞ്ഞാല് സ്വന്തം എല്ലാവരും സ്വന്തം മക്കളുണ്ടോ? സ്വന്തം മക്കൾ തന്നെ. എത്ര പേരുണ്ട്? ഇപ്പൊ ഉള്ളതല്ലേ മക്കൾ തന്നെ. എന്റെ നമ്മളെ ഗുരുസ്വാമി ടീമും ഇപ്പൊ മുൻപിൽ പോയിട്ടുള്ളത്. ഇതിനിടയിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് ശബരിമലക്ക് കാസർഗോഡ് നിന്ന് നടന്നു വരുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഇവർക്കൊരു കൂട്ടാളി എന്നുള്ള നിലയ്ക്ക് കണ്ണൂരിൽ നിന്ന് അപ്പു എന്ന് പറഞ്ഞ ഒരു നായക്കുട്ടി കൂടി കൂട്ടിന് വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം. ഹലോ 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 ഇതാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു യാത്ര ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കുള്ളൂ. കണ്ണൂരിൽ നിന്ന് ശബരിമലക്ക് ഒരു നായക്കുട്ടി അയ്യപ്പ ഭക്തന്മാർക്കൊപ്പം നടന്ന് ഇതുപോലെ പോരുന്നുണ്ടെങ്കിൽ, അതും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട്, ബാക്കി ഒരു ഫുഡും കഴിക്കുന്നില്ല, പാലും വെജിറ്റേറിയൻ ഫുഡ് മാത്രം, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ നായക്കുട്ടി പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ശബരിമല സത്യസ്വരൂപനായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള ചൈതന്യം അത് ഇവരിൽ ഓരോരുത്തരിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിലും ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചത്. ഈ നായക്കുട്ടി പോലും ശബരിമലക്ക് അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം നടന്ന് ശബരിമലക്ക് ഇവരുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അതിശയം തന്നെയാണ്, പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യാദൃശ്ചികമായിട്ട് എറണാകുളത്ത് നിന്ന് ഇതുവഴി വരുന്ന സമയത്ത് ഇവരൊന്ന് കാണാൻ സാധിച്ചത്. അതിലേറ്റവും പ്രത്യേകത നമ്മുടെ നാരായണി എന്ന് പറയുന്ന 67 വയസ്സുള്ള അമ്മയുടെ ഈ ഒരു പോരാട്ടം, ഒരു ഭക്തിയുടെ പോരാട്ടം നിന്ന് തന്നെ നമുക്ക് പറയാം. അയ്യപ്പസ്വാമിയെ കാണാൻ ഇത്രയും ദൂരം വരുന്നുണ്ടെങ്കിൽ അത് ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താണെങ്കിലും എല്ലാവരോടും ഒരു സ്വാമിശരണം ഒന്ന് ഉച്ചത്തിൽ പറയാം. ഉമേഷ് എന്ന് പറയുന്ന ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് 26ഓളം പേരടങ്ങുന്ന ഈ അയ്യപ്പ ഭക്തന്മാർ കാസർഗോഡ് നിന്ന് ശബരിമലക്ക് കാൽനടയായിട്ട് പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പല ആളുകളും ശബരിമലക്ക് വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അമ്മയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഈ അമ്മയും കൂട്ടി അതിനോടൊപ്പം തന്നെ ഈ ഒരു നായ്ക്കുട്ടിയുടെ കൂടെ പോലും ശബരിമലക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു അതിശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു തർക്കവുമില്ല. എല്ലാവർക്കും ഒരു സ്വാമിശരണം പറയുകയാണ്. സ്വാമിശരണം. ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വിനയ നമസ്കാരം. വന്ദേ മാതരം. ശബരിമലക്ക് കാസർഗോഡ് നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാരാണ്. ഈ അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ ഒരു 67 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളെ സംബന്ധിച്ച് കാസർഗോഡ് എന്ന് വെക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അറ്റമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്വദേശം.
എന്ന് വെച്ചാൽ തൃശ്ശൂർ കേരളത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് പോലും നടന്നു പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാറില്ല. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ 1-2 ചേട്ടന്മാരിങ്ങനെ ശബരിമലക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ദൂരം നടന്നു പോകാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾക്ക് പോലും. അതിനിടയിലാണ് ഇത്രയും പ്രായമായിട്ടുള്ള നാരായണി എന്ന് പറയുന്ന ഒരു അമ്മ ശബരിമലക്ക് കാസർഗോഡ് സ്ഥലം എന്ന് പറഞ്ഞ് കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ നിന്ന് ഇത്രയും ദൂരം ശബരിമലക്ക് കാൽനടയായിട്ട് പോകുന്നത്. ഇത്രയും തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളെല്ലാം ഈ പ്രതിസന്ധി ശബരിമലയിൽ പോകുമ്പോൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം അയ്യപ്പസ്വാമി മാറ്റി കൊടുക്കുമെന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ അമ്മയും അമ്മയുടെ മക്കളെന്ന് പറഞ്ഞാല് എല്ലാവരും സ്വന്തം മക്കളുണ്ടോ? സ്വന്തം മക്കൾ തന്നെ. എത്ര പേരുണ്ട്? നമ്മള് സ്വന്തം എല്ലാരും ഒരേ മക്കളെ പോലെ. ഇപ്പൊ ഉള്ളതല്ലേ മക്കൾ തന്നെ എൻ്റെ. നമ്മളെ ഗുരുസ്വാമി ടീമും ഇപ്പൊ മുൻപിൽ പോയിട്ടുള്ളത്. ഇതിനിടയിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് ശബരിമലക്ക് കാസർഗോഡ് നിന്ന് നടന്നു വരുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഇവർക്കൊരു കൂട്ടാളി എന്നുള്ള നിലയ്ക്ക് കണ്ണൂരിൽ നിന്ന് അപ്പു എന്ന് പറഞ്ഞ ഒരു നായക്കുട്ടി കൂടി കൂട്ടിന് വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം. ഹലോ ഇതാണ് അദ്ദേഹം. അപ്പോ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു യാത്ര ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കുള്ളൂ. കണ്ണൂരിൽ നിന്ന് ശബരിമലക്ക് ഒരു നായക്കുട്ടി അയ്യപ്പ ഭക്തന്മാർക്കൊപ്പം നടന്ന് ഇതുപോലെ പോരുന്നുണ്ടെങ്കിൽ, അതും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട്, ബാക്കി ഒരു ഫുഡും കഴിക്കുന്നില്ല, പാലും വെജിറ്റേറിയൻ ഫുഡ് മാത്രം, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ നായക്കുട്ടി പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ശബരിമല സത്യസ്വരൂപനായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള ചൈതന്യം അത് ഇവരിൽ ഓരോരുത്തരിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിലും ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചത്. ഈ നായക്കുട്ടി പോലും ശബരിമലക്ക് അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം നടന്ന് ശബരിമലക്ക് ഇവരുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അതിശയം തന്നെയാണ്, പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യാദൃശ്യമായിട്ട് എറണാകുളത്ത് നിന്ന് ഇതുവഴി വരുന്ന സമയത്ത് ഇവരൊന്ന് കാണാൻ സാധിച്ചത്. അതിലേറ്റവും പ്രത്യേകത നമ്മുടെ നാരായണി എന്ന് പറയുന്ന 67 വയസ്സുള്ള അമ്മയുടെ ഈ ഒരു പോരാട്ടം, ഒരു ഭക്തിയുടെ പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. അയ്യപ്പസ്വാമിയെ കാണാൻ ഇത്രയും ദൂരം വരുന്നുണ്ടെങ്കിൽ അത് ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താണെങ്കിലും എല്ലാവരോടും ഒരു സ്വാമി ശരണം ഒന്ന് ഉച്ചത്തിൽ പറയാം. ഗുരുസ്വാമിന്റെ പേര് കൊടുത്തോ? ഉമേഷ് എന്ന് പറയുന്ന ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് 26ഓളം പേരടങ്ങുന്ന ഈ അയ്യപ്പ ഭക്തന്മാർ കാസർഗോഡ് നിന്ന് ശബരിമലക്ക് കാൽനടയായിട്ട് പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പല ആളുകളും ശബരിമലക്ക് വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അമ്മയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഈ അമ്മയും കൂട്ടി അതിനോടൊപ്പം തന്നെ ഈ ഒരു നായക്കുട്ടിയുടെ കൂടെ പോലും ശബരിമലക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു അതിശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു തർക്കവുമില്ല. എല്ലാവർക്കും ഒരു സ്വാമിശരണം പറയുകയാണ്. സ്വാമിശരണം. ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വിനയ നമസ്കാരം. വന്ദേ മാതരം.